മൈതാനത്ത് ഓടിച്ച് തല്ലിയിട്ട് ഒടുവിൽ ചായയും സ്നാക്സും നൽകി ആശ്വസിപ്പിക്കുന്ന ഒരു പഴയ നാടൻ രീതിയുണ്ട്. ആ രീതിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹാൻഡിലുകളിൽ 24 മണിക്കൂർ കൊണ്ട് നിറഞ്ഞോടുന്നത്. നേതൃത്വം ആരവട്ടെ, ഞങ്ങളുടെ കസേര അവിടെ തന്നെ കാണണമെന്ന ഒരിതും. ഇപ്പോൾ കോൺഗ്രസ് ഹാൻഡിലുകളിലെ പ്രചരണ ക്യാപ്സ്യൂൾ ഇതാണ്. UDFിൻ്റെ ഐതിഹാസികമായ തിരിച്ചുവരവിന് കളമൊരുക്കാൻ പുതിയ ടീം എത്തിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വന്നിരിക്കുന്നത് പക്വമതികളുടെയും ചെറുപ്പക്കാരുടെയും ഒരു കോമ്പിനേഷൻ. ഇനി ലക്ഷ്യം 100 സീറ്റ്. ആൻ്റണി പറയുന്നത് കേട്ടാൽ ഇതൊക്കെ എങ്ങനെ എപ്പോൾ എന്ന് തോന്നിപ്പോവും. തന്നെ പണിതതും തള്ളി താഴെയിട്ടതും BJPക്കാരായ കോൺഗ്രസ്സുകാരാണെന്നാണ് ആൻ്റണി ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനകത്തെ നല്ലൊരു വിഭാഗം BJP മോഹികളായ കോൺഗ്രസ്സുകാർ ഉണ്ടാകണം. അപ്പോൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പിലെ 100 സീറ്റ് എങ്ങനെ യാഥാർത്ഥ്യമാക്കുമെന്നാണ് ആൻ്റണി ചോദിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രസിഡന്റ് അധികാരമേറ്റു. അതിനുശേഷം ജയിച്ച് കണ്ണൂരിലെ MP ആയി. പിന്നീട് തൻ്റെ KPCC കസേര പിടിച്ചു വാങ്ങി ഹൈക്കമാൻഡിനോട്. അങ്ങനെ ഇതുവരെ ജയിച്ചിരുന്ന K സുധാകരനാരായി? വന്ധ്യവയോധകനായി. UDF കൺവീനറായിരുന്ന MMS എങ്ങോട്ട് പോയി? വീട്ടിൽ വിശ്രമിക്കാൻ പോയി. എന്നിട്ട് പറയുന്നത് എന്താണ്? ആ പ്രചരണത്തിൽ പറഞ്ഞതുപോലെ പക്വമതികളുടെയും ചെറുപ്പക്കാരുടെയും ഒരു ടീമിനെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് AICC നേതൃത്വം പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന്. ഈ ടീം UDFിൻ്റെ ഐതിഹാസികമായ വിജയത്തിന് തിരിച്ചുവരവിന് നേതൃത്വം നൽകുമെന്നും സന്തോഷകരമായൊരു പ്രഖ്യാപനമാണ് കേന്ദ്ര നേതൃത്വത്തിനുണ്ടായതെന്ന് കൂടി സംസ്ഥാന ഘടകത്തിലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞു വരുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അണികൾക്കും നേതാക്കൾക്കും ഒരു സുഖം. ഇത്രയേ ഉള്ളൂ. സുധാകരൻ പോയി, സണ്ണി വരുന്നു. ഛോട്ടാ നേതാക്കൾക്ക് അത്രമാത്രം. പതിവ് പോലെ സോഷ്യൽ ബാലൻസിങ് ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് മറ്റ് പ്രബല രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല, എല്ലാ മതജാതി വിഭാഗങ്ങളും കോൺഗ്രസിലുണ്ട്, നേരത്തെയും ഇപ്പോഴുമെന്നാണ് AICCയും KPCCയും നൽകുന്ന വിശദീകരണം. അപ്പോഴത്തെ സംശയം, K സുധാകരൻ ഇതിനു മുമ്പ് പ്രസിഡന്റായിരുന്നപ്പോൾ ഈ ജാതി മത സമവാക്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? അതൊന്നും പാലിച്ചിരുന്നില്ലേ? അതാണോ സുധാകരനെ പുറത്താക്കാൻ കാരണം? കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും 3ാം തവണ MLA തുടരുന്ന ഒരു വ്യക്തിയാണ്, പാർട്ടി നേതാവാണ് സണ്ണി ജോസഫ്. ഒരു കളങ്കവും അഴിമതിയും ഒന്നും പറയാനില്ല. മികച്ച പാർലമെൻറ്റേറിയൻ, സംഘാടകൻ, ഒരു നല്ലൊരു അഭിഭാഷകൻ. നിയമസഭയിൽ ഏത് സങ്കീർണമായ വിഷയവും അവതരിപ്പിക്കാൻ നല്ല പ്രാവീണ്യമുള്ള വ്യക്തി എന്ന് പലതവണ തെളിയിച്ചിട്ടുമുണ്ട് ഈ സണ്ണി ജോസഫ്. പക്ഷേ നിയമസഭ വേറെ, ഇന്ദിരാഭവനിലെ സഭ വേറെ. ഈ കഴിവെല്ലാം പരിഗണിച്ചാണ് ഇന്ദിരാഭവനിലെ കസേരയിൽ പോയിരിക്കാനായിട്ട് AICC സണ്ണി ജോസഫിനെ തിരഞ്ഞെടുത്തത്. അതെ, ഇനി ഒരേ ഒരു ലക്ഷ്യം UDFിന് 100 സീറ്റാണ്. അതിനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണോ അതോ അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണോ എന്ന് മാത്രം ഇതുവരെ അണികളോട് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും കൊണ്ട് ഒരു കാര്യം സാധിച്ചു കിട്ടി. K സുധാകരനെ കസേരയിൽ നിന്നും എഴിപ്പിച്ച് വിടുകയും ചെയ്തു. ആൻ്റണി എന്ന KPCC പ്രസിഡന്റ് കുപ്പായം തച്ച് ഇപ്പോൾ പ്രസിഡന്റാകുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന അദ്ദേഹത്തെ തള്ളി സണ്ണി ജോസഫിനെ പിടിച്ച് പ്രസിഡന്റാക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് തന്നെ കേട്ടു, പ്രിയങ്ക ഗാന്ധി ഒരു കാരണവശാലും കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു തീരുമാനങ്ങളിലും ഒരു തെരഞ്ഞെടുപ്പുകളിലും ഇടപെട്ടിട്ടില്ല എന്ന്. അത് ആർക്ക് വേണ്ടിയാണ് അത്തരമൊരു പ്രായശ്ചിത്ത പ്രസ്താവനയെന്ന് ഇനി വ്യക്തമാകും. ഇനിയിപ്പോൾ K സുധാകരൻ ഇട്ട ബോംബാണോ ആൻ്റണിയുടെ തല്ലിപ്പതിച്ചത്, അതോ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ BJP അനുഭാവികൾ, BJP പ്രേമികളിട്ട ബോംബാണോ? അപ്പോൾ K സുധാകരനെയും ആൻ്റണി ആ BJP ഗ്രൂപ്പിൽപ്പെട്ട ആളായിട്ടാണോ കണ്ടിരിക്കുന്നത്? ഇതിനൊക്കെ ഇനി ഉത്തരം വരണം. ആൻ്റണിയുടെ പേര് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവസാന നിമിഷം വരെ പരിഗണിച്ചിരുന്നെങ്കിലും K സുധാകരനെ ആ കസേരയിൽ നിന്നും മാറ്റുന്നതിൻ്റെ ഭാഗമായുള്ള അനുനയത്തിൻ്റെ ഭാഗമായാണ് സണ്ണി ജോസഫിനെ, K സുധാകരൻ്റെ വലം കൈയായ സണ്ണി ജോസഫിനെ തന്നെ പ്രസിഡൻ്റാക്കിയതെന്നാണ് ഇപ്പോഴത്തെ കരകമ്പി. 2011 മുതൽ പേരാവൂർ MLA ആയ സണ്ണി ജോസഫ് നിലവിൽ UDFിൻ്റെ കണ്ണൂർ ജില്ലാ ചെയർമാനാണ്. പിന്നെ MMSന് പകരമായി ആറ്റിങ്ങൽ MP അടൂർ പ്രകാശിനെ UDF കൺവീനറായി നിയോഗിച്ചിട്ടുണ്ട്. അതിൽ പക്ഷേ കുറ്റമൊന്നും പറയാനില്ല. മികച്ചൊരു സംഘാടകനാണ് അടൂർ പ്രകാശ്. കാരണം BJP സ്ഥാനാർത്ഥി കത്തിക്കയറി നിന്നപ്പോഴും കഴിഞ്ഞ തവണ 2ാം തവണയും ആറ്റിങ്ങലിൽ നിന്നും തൻ്റെ വിജയം
കൃത്യമായി ഉറപ്പിച്ച വ്യക്തിയാണ് അടൂർ പ്രകാശ്. അതുകൊണ്ട് അദ്ദേഹത്തിനറിയാം എങ്ങനെ കളിക്കണം, എവിടെ കളിക്കണമെന്ന്. പക്ഷേ ഇത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമല്ല, വോട്ടർമാരെ പോയി കാണുന്നതല്ല, പാർട്ടി അണികളെയും നേതാക്കളെയുമാണ് കൈപ്പിടിയിൽ ഒതുക്കി നിർത്തേണ്ടത്. പാർട്ടിക്കാരെ മാത്രമല്ല, UDF-ലെ ഘടകകക്ഷികളെ, മുസ്ലിം ലീഗിനെ അടക്കം ചാട്ടവാറുമായി ഒരു കയ്യിൽ വടിയുമായി മറ്റേ കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി കാത്തുനിന്ന് അണിനയിപ്പിക്കേണ്ടതിൻ്റെയും ഭീഷണിപ്പെടുത്തേണ്ടതിൻ്റെയും വളരെ സങ്കീർണമായ ഉത്തരവാദിത്തമാണ് UDF കൺവീനർക്ക് ഉള്ളതെന്ന് ആരെങ്കിലും ഒന്ന് അടൂർ പ്രകാശിന് പറഞ്ഞു കൊടുക്കണം. സ്ഥാനമൊഴിയുന്ന കെ സുധാകരനെ പക്ഷേ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതമാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ആൻ്റണി വീണ്ടും പറയുന്നത് തനിക്കെതിരെ ഒരു ഉപജാപക സംഘം പ്രവർത്തിച്ചോ, അവർ പ്രവർത്തിക്കുന്നത് ഇപ്പോഴും BJP പിന്തുണയോടെയാണ് എന്ന്. ഇനി കോൺഗ്രസ്സുകാർ പറഞ്ഞു നടക്കുക സണ്ണി ജോസഫ് അയയുമ്പോൾ ആൻ്റണി മുറുകുമെന്നായിരിക്കും. എന്തായാലും തനിക്കെതിരെ ഒരു ഉപജാപക സംഘം പ്രവർത്തിച്ചെന്നും വെള്ളാപ്പള്ളി നടേശൻ തനിക്കെതിരെ അടുത്തിടെ സംസാരിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണെന്നും ഈ ഉപജാപക സംഘം BJP-ക്കാരുടെ നിയന്ത്രണത്തിലാണെന്നും രൂക്ഷമായ സൈബർ ആക്രമണമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നും ഈ കാര്യങ്ങളെല്ലാം താൻ പാർട്ടി ഫോറങ്ങളിൽ പറയുമെന്നാണ് ആൻ്റണി ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ആൻ്റണി തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്താണ് തനിക്ക് പറ്റി തിരിച്ചടിയെന്ന്. താനൊരു പക്ക കോൺഗ്രസ്സുകാരനായിപ്പോയി, ഒരു മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ആളല്ല താൻ. പിന്നെ 54 വർഷത്തെ സംശുദ്ധ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ തനിക്കെതിരെ ചെറിയ കറുത്തപ്പൊട്ട് പോലും വന്നിട്ടില്ല, ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല. അത്ര സംശുദ്ധമായ രാഷ്ട്രീയമാണ് തൻ്റേതെന്നും അതുകൊണ്ട് തന്നെയാണ് താൻ അയോഗ്യനാക്കപ്പെട്ടതെന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് ആൻ്റണി എന്ന പാവം. എന്തായാലും കെ സുധാകരനെ മാറ്റുന്നതോടെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കലക്കവെള്ളം തെളിയുമെന്ന് കരുതിയിരുന്നെങ്കിൽ ആ കലക്കവെള്ളം കൂടുതൽ കലങ്ങി മറിയാനാണ് ഇപ്പോൾ 24 മണിക്കൂർ കൊണ്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ വരുത്തി വയ്ക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.